Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് 10th ചാപ്റ്റർ ആയ ഓസിലേഷൻസ് ആൻഡ് വേവ്സിലെ സിമ്പിൾ പെൻഡുലം അതുപോലെ തന്നെ ഡാംപ്ഡ് ഓസിലേഷൻസ് ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. So, motion എന്ന് പറഞ്ഞാൽ എന്താണ്? It can be defined as the change in position of an object with respect to time. ടൈമിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരുന്ന ചേഞ്ചിങ്, ഓക്കെ, അതിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. അതായത് ടൈമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ മോഷൻ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ഇതിലായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൽ മെയിൻ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പീരിയോഡിക് മോഷനും അതുപോലെ തന്നെ നോൺ പീരിയോഡിക് മോഷനുമാണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് മോഷനാണ്. അപ്പൊ പീരിയോഡിക് മോഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. It is the motion which repeats its path after a certain time interval and continues to move in the same path in the same way. അപ്പോൾ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു certain interval ടൈമിന് ശേഷം സെയിം ആ ഒരു പാത്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു പാത്തിലൂടെ നമുക്ക് മോഷൻ നടന്ന ആഫ്റ്റർ സം ടൈം ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം വീണ്ടും അതേ പാത്ത് തന്നെയാണ് മോഷനായിട്ട് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എവിടെയാണ് when an object commits initial position ഒരു ഇനിഷ്യൽ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഒരു certain ടൈം ഇന്റർവെലിന് ശേഷം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാൻ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അത് അഗെയിൻ ഞാൻ ഇങ്ങനെ വന്ന് തിരിച്ച് അതേ പാത്ത് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ തിരിച്ച് എൻ്റെ ആ ഒരു ഇനിഷ്യൽ പൊസിഷനിൽ എത്തുന്നുവെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു ഊഞ്ഞാല് നോക്കൂ, ഊഞ്ഞാല് സ്വിങ് നമ്മൾ സ്വിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പോയിട്ട് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് തിരിച്ചും ആ ഒരു ഇനിഷ്യൽ പൊസിഷനിൽ എത്തുന്നുണ്ട് അല്ലേ, അപ്പൊ നമുക്ക് അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഒരു പീരിയോഡിക് മോഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു certain ടൈം ഇന്റർവെല്ലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു certain ടൈം ഇന്റർവെൽ ഉള്ളതുകൊണ്ട് ഒരാൾക്ക് നമുക്ക് ആ ഒരു തന്നിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ് ആ ഒരു ഗിവൺ ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് ഗസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ, എർത്തിന്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷൻ ആണ്. ഓക്കെ, ആ ഒരു ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്, 365.25 ആണ്. ആ ഒരു ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് വരികയും വീണ്ടും അത് റൊട്ടേറ്റ് ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു മോഷൻ, എർത്തിന്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് നോൺ പീരിയോഡിക് മോഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റിപ്പീറ്റ് തിരിച്ച് വരില്ല, ആ ഒരു ടൈമിനനുസരിച്ച് റിപ്പീറ്റ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് കൂടുതൽ റാൻഡം ആയിട്ടിരിക്കും. അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ തിരിച്ചെത്താം, അതല്ലെങ്കിൽ അതിന്റെ ഇനിഷ്യൽ പൊസിഷനിൽ മേ നോട്ട് ബി റീച്ച് ആയിരിക്കും. ഓക്കെ, പാത്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആകാനും നമുക്ക് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരാൾക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എക്സാക്ട്ലി എവിടെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ റാൻഡം മോഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന നോൺ പീരിയോഡിക് മോഷനിൽ ആ ഒരു പൊസിഷൻ, ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫൈനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടികളിൽ ഉണ്ടാവുന്ന മോഷൻ, ഓക്കെ, വെഹിക്കിൾ മോഷൻ എന്ന് പറയുന്നത് ഒരു നോൺ പീരിയോഡിക് ആണ്. അപ്പൊ നമുക്ക് പോയ വഴി കൂടെ തന്നെ തിരിച്ചു വരണം നമുക്ക് ഒരു നിർബന്ധവും ഇല്ല, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എ സർട്ടൻ ടൈം കഴിഞ്ഞാൽ വണ്ടി തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലെ. സോ ഇറ്റ് ഈസ് എ നോൺ പീരിയോഡിക് മോഷൻ ആണ്. അപ്പോൾ എല്ലാ ഓസിലേറ്ററി മോഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻസ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ, ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷൻ ആണ്. സിമ്പിൾ പെൻഡുലം നമുക്കറിയാം ഒരു റെഗുലർ പാത്ത് തന്നെ ആയിരിക്കും, നമ്മൾ ആഫ്റ്റർ സർട്ടൻ ടൈമിന് ശേഷം തിരിച്ച് വീണ്ടും എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് ആണ്, പക്ഷേ നോട്ട് ഓൾ പീരിയോഡിക് മോഷൻസും നമുക്ക് ഓസിലേറ്ററി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി ആണ്, ബട്ട് ഓസിലേറ്ററി മോഷൻസ് എല്ലാം തന്നെ പീരിയോഡിക് ആകണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മോഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആയ പീരിയോഡിക് മോഷനും അതുപോലെ തന്നെ നോൺ പീരിയോഡിക് മോഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്ന ടോപ്പിക് ആണ് ഓസിലേഷൻ. എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ the repeated back and forth movement between two positions or states of an object known as oscillation. അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകുകയാണ്, രണ്ട് പൊസിഷൻസിലുണ്ട്, ആ രണ്ട് പൊസിഷൻസിലേക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റിപ്പീറ്റ് ആയിട്ട് പോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ രണ്ട് സ്റ്റേറ്റുകളിലേക്ക് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പോകുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു മോഷനെ നമുക്ക് എന്ത് പറയാം, ഓസിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ക്യാൻ ബി റെഫർഡ് ടു ആസ് periodic motion that has a tendency to repeat itself in a regular cycle. ഒരു റെഗുലർ സൈക്കിളിൽ ആ ഒരു പീരിയോഡിക് മോഷന് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും, അതാണ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മോഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഓസിലേറ്ററി ആണ് അതല്ലെങ്കിൽ ഒരു വൈബ്രേറ്ററി മോഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ
അതെങ്ങനെയായിരിക്കും? മൂവ്സ് ബാക്ക് ആൻഡ് ഫോർ, ദാറ്റ് ഈസ് ടു ആൻഡ് ഫ്രോ, ഒരു ഫിക്സ്ഡ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആഫ്റ്റർ എ സർട്ടൈൻ ടൈം ഇന്റർവെല്ലിൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റിപ്പീറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മോഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി മോഷൻ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ വൈബ്രേറ്ററി മോഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫിക്സ്ഡ് പോയിന്റ് അബൌട്ട് വിച്ച് ദ ബോഡി ഓസിലേറ്റ്സ് ഈസ് കോൾഡ് മീൻ പൊസിഷൻ, അതല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടാകും അല്ലെ, നമുക്ക് ആ ഒരു ഫിക്സ്ഡ് പോയിന്റ്, ഇതാണ് ഇപ്പോൾ ഒരു ഫിക്സ്ഡ് പോയിന്റ് എങ്കിൽ ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഫ്രണ്ടിലേക്കും പോകും, അതുപോലെ തന്നെ ബാക്കിലേക്കും പോകും, ദെൻ ഫൈനലി അത് റീച്ച് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ മീൻ പൊസിഷൻ അതല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവരി ഓസിലേറ്ററി എന്ന് പറയുന്നത് നമുക്ക് പീരിയോഡിക് ആണ്, നമ്മൾ റിപ്പീറ്റ് പറഞ്ഞ തന്നെയാണ്. എവരി ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആയിരിക്കും, പക്ഷേ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ഓസിലേറ്ററി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മെയിൻ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് ആണ്. ഒരു ഓസിലേഷൻസിന് വരുന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് സൈൻ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, വേവ്സ് മൂവ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അബൌട്ട് എ സെൻട്രൽ വാല്യൂ. ഒരു സെൻട്രൽ വാല്യൂയിൽ നിന്ന് നമുക്ക് ആ വേവ്സ് എന്ന് പറയുന്നത് മുകളിലേക്കും താഴത്തേക്കും അല്ലെ, നമുക്ക് ഒരു സൈൻ വേവ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇതാണ് എൻ്റെ ഒരു സെൻട്രൽ വേവ് ആയിട്ട്, സെൻട്രൽ വാല്യൂ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഫ്രണ്ടിലേക്കും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിലേക്കും പോകുന്നുണ്ട് അല്ലെ. ഇതാണ് തന്നെ വരുന്ന ഒരു സൈൻ വേവ് ആണ്, ഒരു പീരിയോഡിക് അല്ലെങ്കിൽ ഓസിലേഷൻസിന് വരുന്ന ഒരു മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു മാക്സിമം ഡിസ്റ്റൻസ്, ഓക്കെ, മാക്സിമം ഡിസ്റ്റൻസ് ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓസിലേഷൻസ് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡ്, ദാറ്റ് ഈസ് കോൾഡ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ക്യാപിറ്റൽ T. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് T ആണ്. Then the frequency എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സെക്കൻഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് വിച്ച് കംപ്ലീറ്റ്സ് ഇൻ എ സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയാണ് ഇതാണ് എനിക്ക് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് എത്രയാണ്? എനിക്ക് 2 സൈക്കിൾസ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ് വരുന്നത് അല്ലെ. ഫ്രീക്വൻസിയും ടൈമും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് F is equal to 1/T ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ് ആണ്. ഓക്കെ, ടൈം പീരീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഫ്രീക്വൻസി കുറയുന്നു, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുമ്പോൾ ടൈം പീരീഡ് കുറയുന്നു, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. സോ F is equal to 1/T ആണ്. ഫ്രീക്വൻസി F is equal to the frequency of oscillation and T is the time period of oscillation ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത്. ഇനി ഓസിലേഷൻസിൽ നമുക്ക് മെയിൻ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡാംപ്ഡ് ഓസിലേഷൻസും അൺഡാംപ്ഡ് ഓസിലേഷൻസും ആണ്. സോ ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ നോക്കുന്നത്? ഡാംപ്ഡ് ഓസിലേഷൻസ് ആണ്. ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റീസ്ട്രെയിനിങ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ദി ഓസിലേറ്ററി മോഷൻ. ഒരു ഓസിലേറ്ററി മോഷനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റീസ്ട്രെയിനിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെക്കാനിക്കൽ വൈബ്രേഷൻസോ അതല്ലെങ്കിൽ ബൈ ഡിസിപ്പേഷൻ ഓഫ് എനർജി, ഈ പറയുന്ന പ്രോസസ്സുകൾ വഴി നമ്മൾ ആ ഒരു ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഓസിലേറ്ററി മോഷനെ കൺട്രോൾ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ ഡാമ്പിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓസിലേഷൻ റിമൈൻസ് അൺഡാംപ്ഡ് വെൻ എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈക്വൽ ടു റീസ്ട്രെയിനിങ് ഫോഴ്സ് ഈസ് ഇൻഡ്യൂസ്ഡ്. അപ്പൊ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് റിമൈൻ അൺഡാംപ്ഡ് ആയിരിക്കും, അതായത് അത് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. അത് എപ്പോഴായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു റീസ്ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിംഗ് ഫോഴ്സിന് ഈക്വൽ ആണെങ്കിൽ ഈ ഓസിലേഷൻ എന്ന് പറയുന്നത് റിമൈൻ അൺഡാംപ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്യുന്നത് ആ ഒരു സെയിം എനർജിയിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു ഒപ്പോസിംഗ് ഫോഴ്സ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ്, ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? സെയിം ഓസിലേഷൻസ് പെർഫോം ചെയ്യും. എന്നാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ്? പെട്ടെന്ന് തന്നെ ഓസിലേഷൻസ് സഡൻലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് പറയുകയാണെങ്കിൽ ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ കുറച്ച് റീസ്ട്രെയിനിങ് ഫോഴ്സിനേക്കാൾ റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ റീസ്ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ നമുക്ക് ഡാമ്പിംഗ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ആകും. ഓക്കെ, അപ്പൊ ഈ ഒരു വേവ് ഫോം നോക്കൂ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ഡാംപ്ഡ് ഓസിലേഷൻസ് അല്ലെ. നമ്മൾ ഈ ഒരു ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സർട്ടൈൻ ഫോഴ്സ് കൊടുത്തിട്ട് അത് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. So it is an example for the damped oscillations. അപ്പോൾ ആ ഒരു ഫിഗർ നോക്കൂ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിനനുസരിച്ച് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ഗെറ്റ് റെഡ്യൂസ്ഡ് ആണ്. സോ അപ്പോൾ അങ്ങനെയുള്ള ഓസിലേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളിംഗ്, ആ ഓസിലേഷൻസിന് നമ്മൾ കൺട്രോളിംഗ് കൊടുക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. ഒന്ന് അണ്ടർ ഡാംപ്ഡ് ഓസിലേഷൻസ്, അതായത് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ. ഇവിടെ നോക്കൂ, അണ്ടർ ഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് അണ്ടർ ഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കലി ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1, അതായത് ഇതാണ് എന്റെ ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, then third one is the over damped oscillations, that is over damped എന്ന് പറയുമ്പോൾ damping constant എന്ന് പറയുന്നത് greater than 1 ആയിരിക്കും. So this shows the over damped oscillations, that is P1 എന്ന് പറയുന്നത്. Okay, ഇതാണ് different types of damped oscillations വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അൺഡാംപ്ഡ് ഓസിലേഷൻസ് ആണ്. അതായത് ഓസിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എങ്ങനെയായിരിക്കും, when displaced from its equilibrium point experience a restoring force which is proportional to the displacement. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഈ അൺഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒക്കർ ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. അവിടെ നമുക്ക് എങ്ങനെയായിരിക്കും, ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എക്സ്പീരിയൻസ് ആകുന്നുണ്ട്. അതെന്ന് പറയുന്നത് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രത്തോളം ഉണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അൺഡാംപ്ഡ് ഓസിലേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫെയ്ഡ് ആവില്ല. എന്നാൽ അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സെയിം ആയിരിക്കും എല്ലാ ടൈമിലും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ, ആൾട്ടർനേറ്റിംഗ് കറന്റ്, എ സി കറന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നുണ്ടോ? ഇല്ല. എ സി കറന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും നമുക്ക് എല്ലാ സമയങ്ങളിലും നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ അൺഡാംപ്ഡ് ഓസിലേഷൻസ്. അപ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് രണ്ട് വാല്യൂസിന് അക്രോസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഇക്വിലിബ്രിയം വാല്യൂവിന്റെ മുകളിലും താഴെയായിരിക്കും നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാതെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമുക്ക് സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് റീസ്ട്രെയിനിങ് ഫോഴ്സസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ എന്ന് പറയുന്നത് ഫെയ്ഡ് ആവില്ല, അതായത് സെയിം ആയിട്ട് തന്നെ ആയിരിക്കും, നമുക്ക് ടൈമിനനുസരിച്ച് സെയിം ആംപ്ലിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അൺഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ആണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്സിലൊക്കെ നമ്മൾ എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ, ചെറിയ ക്ലാസ്സുകളിൽ +1 +2 നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലൊക്കെ നമ്മൾ സിമ്പിൾ പെൻഡുലം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഞാനൊരു റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പറയുകയാണ്. ഓക്കെ, if a heavy point mass is suspended by a weightless, inextensible and perfectly flexible string from a rigid support, then this arrangement is called simple pendulum. അല്ലെ, അപ്പൊ ഒരു ഹെവി പോയിന്റ് മാസ്, അതായത് നമുക്കൊരു മാസ്, ഒരു ബോൾ ഉണ്ടാകും അല്ലെ, അത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പോയിന്റിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുകയാണ്, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ ഹാങ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് തട്ടി വിട്ടിരിക്കുന്നത് അതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെ എത്തും. ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിവൈസിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, where its point mass is attached to a light inextensible string and suspended from a fixed support. ഒരു ഫിക്സ്ഡ് സപ്പോർട്ടിൽ നിന്നും ഒരു ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിംഗിൽ ഹാങ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്, ഒരു മാസ് ഉള്ള ഒരു ബോഡി ആയിരിക്കും നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. The vertical line passing through the fixed support is the mean position of the pendulum. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇതായിരിക്കും അല്ലെ, അതായത് ഈ ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ എ സം ടൈം ഇറ്റ് അഗൈൻ reached the original position. അതാണ് equilibrium position എന്ന് പറയുന്നത്. Okay, the vertical distance between the point of suspension and the center of mass is the suspended body when it is in the mean position, അതല്ലെങ്കിൽ length of the simple pendulum, അല്ലെങ്കിൽ it is denoted by L. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെന്റർ ഓഫ് ദി മാസ്, ഈ ഒരു മാസിന്റെ സെന്ററും ഈ ഒരു ഫിക്സ്ഡ് പൊസിഷനും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദി simple pendulum length, that is capital L. Okay, this form of the pendulum is based on the resonance system having a single resonant frequency. ഒരു സിംഗിൾ റെസൊണന്റ് ഫ്രീക്വൻസി ഉള്ള ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു റെസൊണന്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പിലുള്ള സിമ്പിൾ പെൻഡുലം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു ടൈപ്പ് ഓഫ് ഫോം എന്ന് പറയാം നമുക്ക്. ഓക്കെ, നമ്മൾ ഇതിൽ വരുന്ന മെയിൻ ഇമ്പോർട്ടന്റ് ടേംസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഓസിലേറ്ററി മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് വരുന്ന ഒരു ഫസ്റ്റ് ടേം. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആ ഒരു പെൻഡുലം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ആ ഒരു സെന്റർ പൊസിഷൻ ഉണ്ടാകും നമുക്ക്, അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നും സെന്റർ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിമ്പിൾ പെൻഡുലം ഒരു ഫുൾ ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ടൈം എത്രയാണോ അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് ഓഫ് ദി സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ T എന്ന് പറയുന്നത്. ദെൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്രത്തോളം മാക്സിമം ഡിസ്റ്റൻസ് ആ ഒരു സിമ്പിൾ പെൻഡുലത്തിന് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുവോ അതിനെയാണ് നമ്മൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
Then length എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് സിമ്പിൾ പെൻഡുലത്തിന്റെ ആ ഒരു സെന്റർ ഓഫ് വരെ വരുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി L. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, ടൈം പീരീഡ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു മാസ്, ആ ഒരു ബോഡിയുടെ മാസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ബോളിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ M ആണ്. അതൊരു വയർ ലെങ്ത്തിലാണ് നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ടൈം പീരീഡ് എങ്ങനെ വരുന്നത്? T is equal to 2 pi square root of L by G ആണ് വരുന്നത്. ഓക്കെ, T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്, L is the length of the simple pendulum and G is the acceleration due to gravity. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം പീരീഡിനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അത് എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് മാസ് m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ അപ്പർ എൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു റിജിഡ് സപ്പോർട്ടിലേക്ക് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്ന് അത് എന്താവും? ഡിസ്പ്ലേസ് ആയിക്കൊണ്ടിരിക്കും അല്ലെ? സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് അസംഷൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എയറിലും സിസ്റ്റത്തിലും ഉണ്ടാകുന്ന ആ ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗ്ലിജിബിൾ ഫ്രിക്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ആ ഒരു പെൻഡുലത്തിന്റെ ആം എന്ന് പറയുന്നത് ബെൻഡ് ആവുകയോ അല്ലെങ്കിൽ കംപ്രസ് ആവുകയോ അതല്ലെങ്കിൽ മാസ്ലെസ് ആവുകയോ ആകാനായിട്ട് ചാൻസസ് ഇല്ല. അങ്ങനെ നമ്മളൊരു അസംഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെൻഡുലം എന്ന് പറയുന്നത് ആ ഒരു സ്വിംഗ് ആകുന്നത് ഒരു പെർഫെക്റ്റ് പ്ലെയിനിലായിരിക്കണം. ഈ ഒരു പെർഫെക്റ്റ് പ്ലെയിനിലാണ് അത് സ്വിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അസംഷൻസ് ആണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഹാങ് ചെയ്തിരിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന അസംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ആ ഒരു സിമ്പിൾ പെൻഡുലത്തിനെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതിന്റെ ആ ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് നമ്മളത് ഡിസ്പ്ലേസ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഡിസ്പ്ലേസ് ആകുന്ന ആ ഒരു ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ലെങ്ത് ഓഫ് ദ പെൻഡുലം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് L ആണ്. അതിന്റെ ആ ഒരു ടൈം പീരീഡിനെ നമ്മൾ T എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 3 ആംഗിൾ വരുന്നുണ്ട് അല്ലെ? mg cos θ വരുന്നുണ്ട്, അതേപോലെ തന്നെ mg sin θ വരുന്നുണ്ട്, ദെൻ mg. 3 ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ആംഗിളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കുക, ആ ഒരു ബോബ് ഓഫ് പെൻഡുലം എന്ന് പറയുന്നത് ചെറിയ രീതിയിലായിട്ടൊന്ന് ഡിസ്പ്ലേസ് ആയിരിക്കുകയാണ്, രണ്ട് സൈഡിലേക്കും വരാം. അതിനുള്ള ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ് ആവുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, അതിന്റെ മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ നിന്നും ഡിസ്പ്ലേസ് ആവുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനൊരു ഇക്വേഷൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ആ ഒരു റീസ്റ്റോർട്ടിംഗ് ടോർക്കിൽ വരുന്ന ഇക്വേഷൻ എന്ന് നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? tau is equal to minus mgl sin theta ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, മൈനസ് mgl sin theta. അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആകുന്നതുകൊണ്ടാണ് നമുക്ക് മൈനസ് സൈൻ വന്നിരിക്കുന്നത്. വളരെ സ്മോൾ ആംഗിൾ ആയതുകൊണ്ട് സൈൻ തീറ്റനെ നമുക്ക് എന്തെടുക്കാം? തീറ്റ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ എനിക്ക് ഈ ഇക്വേഷൻ എന്ത് വരും? മൈനസ് mgl തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു ഫിഗറിനെ കറസ്പോണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് എഴുതുന്നത്. ദെൻ നമുക്കറിയാം ആ ടോർക്ക്, ആ ഒരു റീസ്റ്റോറിംഗ് ടോർക്കിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? I ആൽഫ ആണ്. സോ ആ ഇക്വേഷൻ ടോർക്കിന് വരെ ഞാൻ കൊടുക്കുമ്പോൾ I ആൽഫ is equal to minus mg L theta ആണ്. സോ റീസ്റ്റോറിംഗ് ആക്സിലറേഷൻ ആൽഫ is equal to minus mg L by I into theta. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ ആൽഫ എന്താന്നുള്ളത് ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ആംഗുലർ SHS-നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്കറിയാം. ആൽഫ is equal to എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ ആണ്. ആംഗുലർ ഫ്രീക്വൻസി ഇൻറ്റു ആംഗിൾ തീറ്റ ആണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ എടുക്കുമ്പോൾ എനിക്ക് രണ്ടിനും ആൽഫയുടെ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഒമേഗ സ്ക്വയർ is equal to mgl by I എന്ന് കിട്ടും. ഓക്കെ, തീറ്റ രണ്ടും ക്യാൻസൽ ആകും. സോ mgl by ml സ്ക്വയർ, ഐന് വരെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ml സ്ക്വയർ ആണ്. സോ എനിക്ക് ഇതിൽ m ഉം ക്യാൻസൽ ആകും. അതുപോലെ തന്നെ ഇവിടെ ഒരു L ഉണ്ട്, ഈ ഒരു സ്ക്വയറിലുള്ള എല്ലും ക്യാൻസൽ ചെയ്താൽ എനിക്ക് എന്ത് വരും? G by L എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈം പീരീഡ് ആണ് അല്ലെ? ഒമേഗ സ്ക്വയർ is equal to ആണ് G by L. അപ്പൊ ഞാൻ ഇത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എനിക്ക് ഒമേഗ കിട്ടും. ദെൻ അതിൽ നിന്ന് ടിയുടെ ഇക്വേഷൻ ടൈം പീരീഡ് T is equal to 2 pi square root of L by G. ഇതാണ് നമുക്ക് വരുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സിമ്പിൾ പെൻഡുലത്തിന്റെ എനർജി എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി P അല്ലെങ്കിൽ U is equal to mgh ആണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ആണ്. G is the acceleration due to gravity and h is the height of the object. ഇതാണ് നമുക്ക് വരുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് വരുന്ന ഇക്വേഷൻ. സോ നമുക്കറിയാം ആ ഒരു പെൻഡുലത്തിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ഫോൾ അല്ല അല്ലെ, അതെന്ന് പറയുന്നത് ആ ഒരു റോഡ് അല്ലെങ്കിൽ സ്ട്രിംഗിൽ കൺസ്ട്രെയിൻഡ് ആയിരിക്കും. സോ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു തീറ്റയുടെയും എല്ലിന്റെയും ബേസിസിലാണ് നമുക്ക് എഴുതേണ്ടത്. സോ h is equal to L into 1 minus cos theta. ഇതാണ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഹൈറ്റ്. കാരണം അതൊരു ഫ്രീ ഫോൾ അല്ല. ഫ്രീ ഫോൾ ആണെങ്കിൽ നമുക്ക് mgh എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് അതിന്റെ ബേസിസ് എന്തിന്റെ ബേസിസിലാണ്? ലെങ്തിന്റെയും അതുപോലെ തന്നെ ആംഗിൾ തീറ്റ, ഇതിന്റെ രണ്ടിന്റെയും ബേസിസിലാണ് നമുക്ക് ഈ പറയുന്ന ഹൈറ്റ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് തീറ്റ is equal to 90 ഡിഗ്രി ആണ്. ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് തീറ്റ is equal to 90 ഡിഗ്രി ആണെങ്കിൽ cos 90 എന്ന് പറയുന്നത് എനിക്ക് എത്രയാണ് വരുന്നത്? 0 ആണ്. അപ്പൊ എനിക്ക് ഈ ഒരു ടേം 0 ആയിട്ട് പോകും. സോ h is equal to L എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh ആണ്. ദാറ്റ് ഈസ് mgl എന്ന് കിട്ടും അറ്റ് when theta is equal to 90 ആകുമ്പോൾ. when theta is equal to 0 ഡിഗ്രി cos 0 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. സോ 1 minus 1 0 ആണ്. സോ L into 0 എന്ന് പറയുമ്പോൾ 0. അപ്പൊ h is equal to എനിക്ക് എന്താ കിട്ടുന്നത്? 0 ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എനിക്ക് എന്ത് വരും? mgh, അതായത് h ന് പകരം L is equal to 0 ആണ്. അപ്പൊ mg0 is equal to 0. സോ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി when theta is equal to 0 ആകുമ്പോൾ എനിക്ക് 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ പോയിന്റും ആ ഒരു പൊട്ടൻഷ്യൽ റിമൈനിങ് വരുന്ന എല്ലാ പോയിന്റുകളിലും നമുക്ക് mgl into 1 minus cos theta ആണ് എനിക്ക് വരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതായത് at theta is equal to 90, at theta is equal to 0. ഇതല്ലാതെ ബാക്കി വരുന്ന എല്ലാ ഏരിയകളിലും mgl into 1 minus cos theta ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ്. k is equal to half mv² ആണ്. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി പെൻഡുലം, v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, ആ ഒരു ഹൈയസ്റ്റ് പോയിന്റിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും. കാരണം എന്താണ്? അവിടെ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. അപ്പൊ മാക്സിമം അറ്റ് ദ ലോവസ്റ്റ് പോയിന്റിലായിരിക്കും. ലോവസ്റ്റ് പോയിന്റിൽ മാക്സിമം വെലോസിറ്റിയും ഹൈയസ്റ്റ് പോയിന്റിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സിമ്പിൾ പെൻഡുലം അതുപോലെ തന്നെ ഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.